നമ്മുടെ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പരിപാടിയുമായിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു സൈഡിൽ കൂടി കുതിക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കാൻ വേണ്ടി കുറേ അണ്ണന്മാർ രംഗത്തുറങ്ങിയിട്ടുണ്ട്. കേരള പോലീസിൽ തന്നെയാണ് ഉള്ളത്. അതെ, അത് ഒന്ന് കേരള പോലീസ്, ഒന്ന് കെ സുധാകരൻ. കെ സുധാകരൻ ഗുണ്ടകളെ എല്ലാം കൂടെ വിളിച്ചിരുത്തി തൂഫാൻ വാറിയേഴ്സ് ആക്കാൻ ആഹ്വാനം 20 ഗുണ്ടകൾ കാണാൻ അനുമതി ചോദിച്ചു. 100 ഗുണ്ടകൾ വന്നു, 5 ആള് വന്നു. അദ്ദേഹം സുധാകരനെ ചുറ്റും ഇരുന്ന് ഇപ്പോൾ ഞങ്ങൾ ഗുണ്ടകളാണ്, ഞങ്ങൾ പാവങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അവര് ഓരോ ന്യായങ്ങൾ പറഞ്ഞ് സുധാകരൻ ശരിക്കും വെട്ടിലായിരിക്കണം. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്. ഇപ്പോൾ മറ്റൊന്ന്, ഓപ്പറേഷൻ തൂഫാന്റെ ഈ ലഹരി മരുന്ന് പിടിക്കേണ്ട ആൾക്കാരാണ് ഡാൻസ് ഓഫ് ടീം എന്ന് പറയുന്നത്. അതായത് അവരാണ് നാർക്കോട്ടിക് കീഴിലാണ് ഈ ഡാൻസ് ഓഫ് സംഘം പ്രവർത്തിക്കുന്നത്. അവർ പ്രധാനമായിട്ടും മയക്കുമരുന്ന് കേസ്. ഇത് ശരിക്കും SP-യുടെ രഹസ്യ പോലീസ് എന്നാണ് ഇവരെക്കുറിച്ച് പറയുന്നത്. ഡാൻസ് ഓഫിനെ കുറിച്ച് അവർ അതിനൊപ്പം തന്നെ എല്ലാ സബ് ഡിവിഷനുകളിലും, അതായത് എല്ലാ DYSP-മാർക്കും കീഴിൽ അവരുടേതായിട്ടുള്ളൊരു സ്ക്വാഡുണ്ട്. ഓരോരുത്തർക്ക് സ്ക്വാഡുണ്ട്. ഈ സ്ക്വാഡുകൾ എന്ന് പറഞ്ഞാൽ അവർ മറ്റേ മഫ്തി വേഷത്തിൽ സാധാരണ നടന്ന് ചുറ്റി സഞ്ചരിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി പ്രതികളെ പിടികൂടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആശാന്മാർ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്ന പോലെ ഇവർ തന്നെ ലഹരി പിടിക്കാൻ ഇറങ്ങിയവന്മാർ 4 കാലയിൽ ഇന്നലെ അടിച്ച് ഫിറ്റായി വണ്ടി ഓടിക്കുക. ഇവരാണ് പോകുന്നത്. ലഹരി മയക്കുമരുന്ന് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നവർക്ക് യാതൊരു ബോധവും വെളിവില്ല. ഇത് പത്തനംതിട്ടയില സംഭവം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതിയാണ് ഇവരെ പിടികൂടിയത്. അത് ആദ്യമേ തന്നെ പറയട്ടെ, ഈ യുവതി കാണിച്ചത് അസാമാന്യ ധീരതയാണ്. പക്ഷേ ഒരു കുഴപ്പം കൂടി സംഭവിക്കും. അവരെ ഇനി നെയ്യിക്കാൻ ഈ പോലീസുകാർ അനുവദിക്കുക. അവരെ വളരെ സൂക്ഷിച്ചും കണ്ട് ഇനി ജീവിക്കണം. കാരണം ഇതിൽ ഓട്ടോയിൽ എല്ലാവരും വന്ന് കയറിയിട്ട് അതിൽ മയക്കുമരുന്ന് കഞ്ചാവ് ഒരു പൊതി വെച്ചിട്ട് പോയാൽ അവരെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇവർ വല്ല ട്രാഫിക്കിൽ നിയമം ലംഘിച്ചു വന്നാൽ വണ്ടിയുടെ ബുക്കും പേപ്പറും എല്ലാവരും ശരിയാക്കി വെച്ചേക്കാം. ഇനി അഥവാ എന്ത് ശരിയാക്കിയെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഇവർക്കിട്ട് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊരു ആമുഖമായിട്ട് പറഞ്ഞിട്ട് ഇത് സംഭവം പത്തനംതിട്ടയിലാണ്. അതായത് SP ഓഫീസിന്റെ മുമ്പിലാണ് ഇത് നടക്കുന്നത്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അതായത് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുമ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവർ ഈ മൈലപ്ര ഭാഗത്തു നിന്ന് ഈ പത്തനംതിട്ട ടൗണിലേക്ക് വരിക. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ യുവതിയുടെ ഓട്ടോറിക്ഷയിൽ ഇടിക്കാൻ ചെന്നു. ഈ വണ്ടി ഇടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം ഇത് വളഞ്ഞു വന്ന് അവരെന്താണ്ട് ഭാഗ്യത്തിന് രക്ഷ. ഇവർ ഒരുപാട് വണ്ടിയിൽ ഇടിക്കാൻ ഈ വാഹനം, അത് പോലീസിന്റെ ഔദ്യോഗിക വാഹനമാണ്, സ്വകാര്യ വാഹനമല്ല. അത് കൺട്രോൾ വിട്ട് പോകുമ്പോൾ പോക്കാണ് ഈ വാഹനം, പോലീസ് ജീപ്പാണ് വരുന്നത്. അപ്പൊ നേരെ എന്ത് ചെയ്യുന്നു, ഈ യുവതി ഇതിന് പുറകെ പോകുന്നു. ഇടിക്കാൻ ചെന്നല്ലേ, പോലീസ് ജീപ്പാണ് ഇടിക്കാൻ. അവർ ധൈര്യം സംഭരിച്ച് പോകുന്നു. അവർ തടഞ്ഞിട്ട് അവർ വീഡിയോ എടുക്കും. വീഡിയോ എടുത്ത് നാട്ടുകാരെല്ലാം കൂടെ കൂടിയപ്പോഴത്തേക്ക് 3 പേരായിരുന്നു വണ്ടിക്കകത്ത്. ഈ വണ്ടി ഓടിക്കുന്നവനുണ്ടല്ലോ, അവനെയൊക്കെ നമ്മൾ ആ സ്പോട്ടിലിട്ട് അടി കൊടുക്കണം. സത്യം പറഞ്ഞാൽ എന്താണെന്നറിയാം, ഇയാളിങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ അയാളങ്ങ് ലക്കയിട്ട് അവിടെ ചാരി കിടക്കുകയാണ്. അത്ര ഭീകരമായിട്ട് വന്ന് കിടക്കുകയാണ്. ഇറങ്ങി ഓടി, മുഖം മറച്ചുകൊണ്ട് ഇറങ്ങി ഓടി. 3 പേര് ഇറങ്ങി ഓടി. ഈ ആശാൻ ഇതാന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് വണ്ടിയിട്ട് ഓടിയാന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഓടിയോണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ ഓടിപ്പോയവന്മാർ എല്ലാത്തിനെയും അപ്പം തന്നെ തൂത്ത് പിറക്കി എടുത്തു. ഇവന്മാരെ അപ്പം തന്നെ പിടികൂടി. മൊത്തം വീഡിയോ, ഇന്നത്തെ കാലമല്ലേ, പിന്നല്ലാതെ എന്ത് നടന്നാലും വീഡിയോ ഷൂട്ട് എല്ലാവരുടെ കയ്യിൽ ക്യാമറ ഇരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി. സസ്പെൻഡ് ചെയ്തു. അപ്പം ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, കഞ്ചാവ്, MDMA, പുകയില ഉൽപ്പന്നങ്ങൾ, ചാരായം, അനധികൃത മദ്യ കച്ചവടം എന്ന് വേണ്ട ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പരിപാടി എല്ലാവിധ ലഹരിക്കുമെതിരെ പോരാടുന്ന ആ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന, അല്ലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിടികൂടുന്ന വിഭാഗമാണ് ഈ ഡാൻസ് ഓഫ് ടീം എന്ന് പറയുന്നത്. നിഴൽ പോലീസാണ്. സത്യം പറഞ്ഞാൽ ഇവന്മാർക്ക് ചെയ്യേണ്ടത് ഇവരെ നിർബന്ധ പെൻഷൻ കൊടുത്ത് വിടണം, പിരിച്ചു വിടണ്ട, നിർബന്ധ പെൻഷൻ കൊടുത്തങ്ങ് വിടണം. ഒരു ഭാഗ്യം ഓർത്തോണം, ഇത് ഈ വണ്ടി ഇടിച്ചാർക്കും അപകടം ഉണ്ടായി. അത് ഭാഗ്യമാണ്. ഇടിച്ച അപകടം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം, ഇടി ഏക്കുന്ന വാഹനത്തിരിക്കുന്നവൻ മരിക്കുകയും ഇവരെല്ലാം രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. അതെ. അപ്പോൾ ഈ വാഹനം ഇടിച്ചില്ല, ഇടിക്കാൻ ചെന്നതേ ഉള്ളൂ. അത് അങ്ങനെ പിടിച്ചു. ഈ പിടിച്ചു കഴിഞ്ഞ് 3 പേരും തൂത്തുവാരിപ്പോയി. ഈ 3 പേരെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ SP-യുടെ സന്ദേശം എത്തിയിട്ടുണ്ട്. ഈ 3 പേരെ സസ്പെൻഡ് ചെയ്തു. ഇവർക്കെതിരെ വാച്യാന്വേഷണം, ഓറൽ എൻക്വയറി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പോലീസുകാർ സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് സംഘമാണ്. സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് സംഘം എന്ന് പറയുമ്പോൾ പത്തനംതിട്ട DYSPക്ക് കീഴിലുള്ള സംഘമാണ്. അവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും അവരുടെ പേരുകൾ വന്നിട്ടുണ്ട്. പിയേഷ്, സുമൻ, രാഹുൽ എന്നിങ്ങനെ ഈ 3 പേരെയാണ്. ചെറുപ്പക്കാരാണ്. ഇതിനകത്ത് പ്രിയേഷിനെ മാത്രമാണ് മദ്യപിച്ചതായിട്ട് തെളിഞ്ഞിട്ടുള്ളത്.
അതിന് തുടർന്ന് അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, മെഡിക്കൽ പരിശോധന നടത്തി. ബാക്കി 2 പേരെയും ഇത് ചെയ്തിട്ടുണ്ട്. ഈ 3 പേരെയും സസ്പെൻഡ് ചെയ്തു. ഈ 3 പേർക്കും ഓറൽ എൻക്വയറി, 3 പേരും മദ്യപിച്ചിരുന്നതായിരിക്കാം. അല്ല, മാത്രമല്ല ഇവർ എവിടെ നിന്ന് മദ്യപിച്ചു അന്വേഷിക്കണം. എവിടെയെങ്കിലും പോയി വല്ല മയക്കുമരുന്ന് കച്ചവടക്കാരനെ സർക്കാർ അന്വേഷിക്കേണ്ടി വരും. ഇല്ല, ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഈ പ്രിയേഷ് എന്ന് പറഞ്ഞ ആൾക്കെതിരെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിനാണ്, മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഒരു പെറ്റി കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും എടുത്തില്ല. വേറെ അപകടം ഉണ്ടാക്കിയില്ല. ആരെങ്കിലും വണ്ടി ഇടിച്ച് കൊന്നിരുന്നെങ്കിൽ ഇത്രയൊക്കെ സംഭവിക്കില്ല. വേറെ അപകടം ഉണ്ടാക്കാത്തതുകൊണ്ടാണ് അതിനകത്ത്. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം, ഇതൊരു പുതിയ സംഭവമല്ല. ഈ ഡാൻസ് ഓഫ് ടീം പോയി മദ്യപിക്കുന്നതും ഈ ഡാൻസ് ഓഫ് ടീമിന് ലഹരി മാഫിയ ബന്ധങ്ങളുമായിട്ടെല്ലാം ബന്ധമുണ്ട്. ഇവർക്ക് വഴിവിട്ട ബന്ധമുണ്ട്. നേരത്തെ റാന്നിയിൽ ഇതുപോലൊരു ഡാൻസ് ഓഫ് ടീം അംഗത്തെ സസ്പെൻഡ് ചെയ്തതാണ്. എന്താണെന്നറിയാം, കഞ്ചാവുകാരനുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. ഇവൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് മേടിക്കുവോ, പൈസ എല്ലാം തെളിഞ്ഞിട്ട് ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഡാൻസ് ഓഫിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥൻ എന്ന് പേരെടുത്ത ആളെയാണ് പിടിച്ചത്. അപ്പോൾ ഈ സാധാരണ ഈ ഡാൻസ് ഓഫ് ടീമിൻ്റെ ഒരു പ്രധാന ചുമതലയെന്ന് പറഞ്ഞാൽ രഹസ്യാന്വേഷണം നടത്തി വിവരങ്ങൾ കൊടുത്ത് പിന്നെ ഇവരെ കൈ കിട്ടുന്നവനെ പിടിച്ച് ലോക്കൽ പോലീസിന് കൈമാറുക എന്നുള്ളതാണ്. ഇവർക്ക് അതിനകത്ത് വേറെ കൈകാര്യം ചെയ്യാനോ ഒന്നും ഇതില്ല. പിന്നെ ഇവരെ അധികം ആർക്കും അറിയത്തുമില്ല അങ്ങനെ. പക്ഷേ സ്ഥിരമായിട്ട് ഒരേ ടീമാകുമ്പോൾ കുറേ സ്ഥിരം മോഷ്ടാക്കൾക്കും അതുപോലെ ലഹരി കടത്തുകാർക്കും ഇന്ന ആൾക്കാരെ ദൂരെ നിന്ന് കാണുമ്പോഴേ. നേരത്തെ ചില ജില്ലകളിൽ ഈ ഡാൻസ് ഓഫ് ടീം ഭീകരമായ ആളെ വന്നിരുന്നു, മർദ്ദിച്ച് കുറ്റസംഭവം നടത്തിച്ച ചില സംഭവങ്ങളുണ്ടെന്ന് നേരത്തെ പരാതി വന്നിട്ടുണ്ടായിരുന്നതാണ് പല ജില്ലകളിൽ. അതെല്ലായിടത്തും ഉണ്ട്. ഡാൻസ് ഓഫുകാരാണ് ഇടിക്കുന്നത്. ഒരിക്കലും ആരോ മരിച്ചോ എന്തോ ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തോ മറ്റോ ആണോ എന്ന് സംശയമുണ്ട്. ഒരാൾ മരിച്ച ഒരു സംഭവത്തിൽ അയാളെ കസ്റ്റഡിയിലെടുത്ത് ഭീകരമായ ഒരു SP AV ജോർജില്ലേ, AV ജോർജിന് ഇതുപോലെ സ്വന്തമായിട്ട് പുള്ളി ഒരു രഹസ്യ പോലീസ് ഉണ്ടാക്കി. ഡാൻസ് ഓഫ് ഒന്നുമല്ല, പോലെ വേറൊരു പേരിട്ട് അങ്ങനെയാണ് ഒരു പയ്യനെ ഇടിച്ച് കൊന്നത്. ആ പയ്യന്റെ ചേട്ടനാണ് ഈ നമ്മുടെ പിന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം, അയാളുടെ പേര് നമ്മൾ മറന്നുപോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഡാൻസ് ഓഫിനെ സംബന്ധിച്ചിടത്തോളം ഡാൻസ് ഓഫിന്റെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒന്നുകിൽ അതാ DYSPയുമായിട്ട് അല്ലെങ്കിൽ SP-യുമായിട്ട്. നേരത്തെ ഈ ഡാൻസ് ഓഫ് സംഘം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് SP-ക്ക് ഒരു ഡാൻസ് ഓഫ് സംഘമുണ്ട്. ആ SP-യുടെ ഡാൻസ് ഓഫ് സംഘം സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയുമായിട്ട് ചേർന്നാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ലഹരി മരുന്ന് പിടിക്കാനുള്ള പിന്നെ ചുമതല കൊടുത്തതോടെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയുടെ കീഴിൽ നിന്ന് ഇവരെ നാർക്കോട്ടിക് സെൽ DYSPയുടെ കീഴിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നാർക്കോട്ടിക് സെൽ DYSP ആണ് ഇവരുടെ നോഡൽ ഓഫീസ്. അദ്ദേഹമാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇപ്പം നാർക്കോട്ടിക് സെൽ DYSPക്ക് ഈ നാർക്കോട്ടിക് സെല്ലിൻ്റെ പരിപാടി മാത്രമല്ല കൊടുത്തിരിക്കുന്നത്, പോക്സോ കേസുകൾ അന്വേഷിക്കുന്നതും ഇപ്പോൾ ഈ നാർക്കോട്ടിക് സെൽ DYSPമാരാണ്. അപ്പോൾ എന്താണെങ്കിലും ശരി, രമേശ് ചെന്നിത്തല തുടങ്ങി വെച്ച ഈ തൂഫാൻ എന്ന് പറയുന്ന പരിപാടി വളരെ നല്ല പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചിയിലൊരു ഹോട്ടലിൽ 20 ഗുണ്ടകളുടെ ഓർഡർ കൊടുത്ത് 20 ഗുണ്ടകളെ കൊണ്ടുവന്ന് 100 പേരാക്കി നമ്മുടെ K. സുധാകരൻ്റെ ഇവർ മീറ്റ് ചെയ്യുന്നു. അവരെയൊക്കെ K. സുധാകരൻ തൂഫാൻ വാരിയേഴ്സായിട്ട് പ്രഖ്യാപിക്കുന്നു. 20 പേര് മാത്രം പ്രവേശനം അനുവദിച്ച പരിപാടിയിലേക്ക് 100 ഗുണ്ടകളാണ് ചേർന്നത്. അപ്പോൾ എല്ലാ ഗുണ്ടകളുടെ നടുവിൽ ഇങ്ങനെ ഇദ്ദേഹം പരിലസിച്ചിരിക്കുന്ന പരിപാടി വന്നു. അത് തന്നെ പിന്നെ ഒരു ഗുണമുള്ളത് എന്താണെന്ന് അറിയാം, ഇപ്പോഴത്തെ മാധ്യമങ്ങളൊന്നും ഈ സർക്കാരിനെതിരെ തിരിഞ്ഞു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ മധുവിധ കാലമായതുകൊണ്ട് ഇത് തിരിഞ്ഞു തുടങ്ങിയിട്ടില്ല. ഇതേസമയം ഈ പറഞ്ഞ പരിപാടികളൊക്കെ പിണറായി വിജയൻ്റെ കാലത്താണ് നടന്നിരുന്നെങ്കിൽ ഇവിടുത്തെ വാർത്തകൾ എങ്ങനെയായിരിക്കും വരിക? ഇനി മാധ്യമങ്ങൾ പതുക്കെ ഇതിൽ നിന്ന് മാറി ഈ സർക്കാരിനെതിരെ അത് സ്വാഭാവികമാണ്. കാരണം എല്ലാവരും മാധ്യമങ്ങളെ ചീത്ത വിളിക്കും, കുപ്പിയും കോഴിക്കാലും ഇല്ലൂടെ മാപ്രകളെ നീയൊക്കെ മേടിച്ചതിന്. അങ്ങനെയല്ല. ഒരു സർക്കാർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സർക്കാരിനെതിരെ പറയേണ്ടി വരും. അത് പിണറായി വിജയനാണെങ്കിലും VD സതീശൻ, അല്ലെങ്കിൽ അവരുടെ തന്നെ സ്വന്തം പാർട്ടിയുടെ പിന്നെ മാധ്യമങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവുന്നേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പറയേണ്ടി വരും. അല്ല, പിന്നെ ചില മാധ്യമങ്ങളുണ്ട് ഈ പാർട്ടി മാധ്യമങ്ങളെക്കാൾ വലിയ പുകഴ്ത്തലുമായിട്ട് ഇരിക്കുന്ന ആൾക്കാർ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പം എന്താണെങ്കിലും ശരി, സർക്കാരിൻ്റെ തുടക്കകാലമാണ്, മധുവിധു കാലമാണ്. ഈ മധുവിധു അസ്തമിക്കുന്നതിന് പിന്നാലെ മാധ്യമങ്ങളുടെ ആക്രമണം തുടങ്ങും. അതോടുകൂടി ബാക്കി എല്ലാം ഒരു കണക്കാവും. അത്രേ ഉള്ളൂ.